കുറച്ച് മാസങ്ങളായിട്ട് നമുക്കെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ് എയർ ഇന്ത്യയുടെ തൊഴിലാളികളുടെ സ്ട്രൈക്ക് കാരണം ഉണ്ടായിരിക്കുന്ന ഫ്ലൈറ്റ് ക്യാൻസലേഷൻസും ചില അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡൻസും ഒക്കെ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചു. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഫ്ലൈറ്റ് ഡിലേ ആവുന്നു, ക്യാൻസലാവുന്നു, കൃത്യസമയത്ത് ആൾക്കാർക്ക് അതിൻ്റെ മെസ്സേജ് കിട്ടുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി തന്നെ നടത്തിയിരിക്കുകയാണ് ഡോക്ടർ സജി ഉത്തുപ്പൻ. സജി ഒരു ഇംഗ്ലീഷ് ലെക്ചറാണ് കഴിഞ്ഞ 24 ഇയേഴ്സായിട്ട്. അതുമാത്രമല്ല, ഒരു കോളംനിസ്റ്റാണ്. നിരവധി കാര്യങ്ങളെക്കുറിച്ച്, പ്രവാസി റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ തന്നെ പത്രത്തിൽ അതിനെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഡോക്ടർ സജിയാണ് ഇന്ന് കട്ടൻ ടോക്സിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഈ ഒരു എയർ ഇന്ത്യയുടെ ഇഷ്യൂസിനെ കുറിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന പഠനത്തെക്കുറിച്ച് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഞാൻ 2 ആർട്ടിക്കിൾ വായിച്ചു സജിയുടെ. ഒന്ന്, ചാബല്യമേ നിൻ്റെ പേരോ എയർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. പിന്നെ രണ്ടാമതൊരു കേസ് സ്റ്റഡി പോലെ നടത്തി, അല്ലേ, ഒരു റിസർച്ച് തന്നെ നടത്തി ഇതിനകത്ത്. എന്താണ് ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് പ്രശ്നങ്ങൾ കൂടാനുള്ള കാരണം നമുക്ക് ഒരുപാട് അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റി. ക്യാൻസലേഷൻ കാരണം ഉണ്ടായിരുന്ന ഒത്തിരി അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയ സമയത്ത് ഈ റീസെൻ്റായിട്ട് ഇത്രയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാക്കിയത്? ഓക്കെ, ആദ്യം തന്നെ നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനൊരു അവസരം തന്നതിൽ ഒത്തിരി സന്തോഷം തരും. ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിരുന്നില്ല. അന്നൊക്കെ നമ്മൾ സംസാരിച്ചിരുന്ന അക്കാഡമിക് ഇഷ്യൂസ് ആയിരുന്നു. ഇന്നത്തെ ഈ ഇഷ്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ചേച്ചി പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഇന്ത്യൻ പ്രവാസികൾ ആണ് അതിൻ്റെ ബലിയാടുകളായിട്ട് മാറിയിരിക്കുന്നത്. സംഭവം എന്ന് പറയുന്നത്, എയർ ഇന്ത്യ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായിരുന്നത് അത് പ്രൈവറ്റൈസ് ചെയ്ത് ടാറ്റയുടെ കൈകളിലേക്ക് വന്നപ്പോഴേക്ക് സത്യത്തിൽ അന്ന് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ടാറ്റയെ അഭിനന്ദിച്ചുകൊണ്ടും ഈ സേവനം വളരെ ഭംഗിയാകുമല്ലോ എന്ന നമ്മുടെ ഒരു മുൻവിധിയോടുകൂടി തന്നെയുള്ള ഒരു എഴുത്തായിരുന്നു നമ്മൾ അന്ന് എഴുതിയത്. പക്ഷേ അതിന് തികച്ചും വിപരീതമായിട്ടുള്ള പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത്, അതായത് കഴിഞ്ഞ 3 മാസത്തോളമായിട്ട് പ്രവാസികളാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രവാസികളാണ്. അതിന് കാരണമായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു പഠനം, ഒരു റിസർച്ച് നടത്തിയപ്പോഴേക്കും നമുക്ക് മനസ്സിലായത്, അവരുടെ എയർ ഇന്ത്യയുടെ സ്റ്റാഫ്, അതായത് എയർ ഇന്ത്യ ടാറ്റ എടുത്തതിന് ശേഷം ടാറ്റ അതിൻ്റെ ഭരണതലത്തിൽ ധാരാളം വ്യത്യാസങ്ങൾ വരുത്തി. പ്രത്യേകിച്ചും ഇതിൻ്റെ ജോലിക്കാരുടെ ജോലി സമയം അവർ പുനഃക്രമീകരിച്ചു. അതുപോലെ തന്നെ അവർക്ക് ഈ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ അക്കമഡേഷനിൽ മാറ്റങ്ങൾ വരുത്തി. പിന്നെ കോൺട്രാക്ട് ഇയറിൽ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇവരുടെ ജോലി ഭാരം കൂടുകയും എന്നാൽ അതിനനുസരിച്ചുള്ള ശമ്പളം ഇല്ലാതെ വരികയും, അല്ലെങ്കിൽ ശമ്പളം കുറയ്ക്കുകയും, 20-30 ഇടയ്ക്ക് ശതമാനം ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വന്നപ്പോഴേക്കും ഈ എയർ ഇന്ത്യ സ്റ്റാഫ് സ്വാഭാവികമായിട്ടും നിലവിലുള്ള ശമ്പളം കുറയ്ക്കുമ്പോഴേക്കും നമുക്ക് ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു വലിയൊരു തൊഴിൽ പ്രശ്നമായിട്ട് അവിടെ അഭിമുഖീകരിച്ചു. അവരെന്ത് ചെയ്തു? ഒട്ടും മടിച്ചില്ല. അവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഏതാണ്ട് 300ഓളം ക്രൂ ഒറ്റയടിക്ക് ഒരു സിക്ക് ലീവ് അങ്ങെടുത്ത് എയർ ഇന്ത്യനെ അങ്ങ് ഞെട്ടിച്ചു. എയർ ഇന്ത്യയെ ഞെട്ടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ, അല്ലെങ്കിൽ ടാറ്റയെ ഞെട്ടിക്കുക എന്നുള്ളതാണ് ഈ തൊഴിലാളികൾ എന്ന് പറയുന്ന നമ്മുടെ ഈ ക്രൂ മെമ്പേഴ്സ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ ഫലം ചെന്ന് കൊണ്ടത് നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവരുടെ നെഞ്ചത്തായിരുന്നു. അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാവുന്നതല്ല. ശരിയാണ്, തൊഴിലാളി പ്രശ്നത്തെ നമ്മൾ വില കുറച്ച് കാണുന്നില്ല. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് കിട്ടണം, അതിനെല്ലാം നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനോടൊപ്പം അവർ സ്വീകരിച്ച മാർഗം അത് ശരിയായില്ല എന്നുള്ളതാണ് നമുക്ക് അനുഭവത്തിലൂടെയും നമ്മൾ തെളിയിച്ചിരിക്കുക. അതായത് എത്രയോ ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് ഇത് ബാധിച്ചത്. നേരിട്ടും അല്ലാതെയും ബാധിച്ചു എന്നുള്ളതാണ്. എത്രയോ ആളുകൾ നമ്മൾ തന്നെ കണ്ടു. നമ്മുടെ ഒമാനിൽ തന്നെ ഒരു രോഗി ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നിട്ട് രോഗിയെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വരാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ, ജോലി നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ അതുപോലെ സാമ്പത്തികമായിട്ട് നഷ്ടം എല്ലാ ആളുകൾക്കും തന്നെ വന്നു. പക്ഷേ ഒന്നിനെയും ഇവരാരും മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഇപ്പോഴും അതിശയിപ്പിക്കുന്നത്. ലോകത്ത് ഒരിടത്തും ഒരു എയർലൈൻസും ഇങ്ങനത്തെ ഇത്രമാത്രം മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം യാത്രക്കാരോട് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഏത് രാജ്യത്തും അതാത് രാജ്യങ്ങളിൽ എയർലൈൻസിൻ്റെ പോളിസീസ് ഉണ്ട്.
നമുക്കുണ്ട് എയർലൈൻസ് പോളിസി, ഏവിയേഷൻ പോളിസി എല്ലാം വളരെ കൃത്യമായിട്ട് നമുക്കുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഏവിയേഷൻ മിനിസ്ട്രി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പോളിസി തന്നെ ഇറക്കിയിട്ടുണ്ട്. ടിക്കറ്റ് ഏതെങ്കിലും കാരണവശാൽ ക്യാൻസൽ ആക്കുകയോ, അതായത് എയർലൈൻസിൻ്റെ കുറ്റം കൊണ്ട് ടിക്കറ്റ് ക്യാൻസൽ ആക്കുകയോ അല്ലെങ്കിൽ ബോർഡിംഗ് എടുത്തതിന് ശേഷം ഫ്ലൈറ്റ് പോകാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പാസഞ്ചർക്ക് കൃത്യമായ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ഹോട്ടൽ താമസവും അടുത്ത ഫ്ലൈറ്റിൽ ഉള്ള ടിക്കറ്റ് റെഡിയാക്കി കൊടുക്കുക എന്നിങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള നിയമങ്ങൾ അതിനെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നിർഭാഗ്യവശാൽ നമ്മുടെ ടാറ്റ എന്ന് പറയുന്ന ഈ കുത്തക മുതലാളിയുടെ കീഴിലുള്ള ഈ എയർലൈൻസ് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നത്. ഇതായിരുന്നു പഠനത്തിൽ നിന്ന് എനിക്ക് രണ്ടാമത് മനസ്സിലാക്കിയത്. ഞാൻ എയർലൈൻസിൻ്റെ, ടാറ്റയുടെ എയർലൈൻസിൻ്റെ അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ സ്റ്റാഫുമായിട്ട് 2-3 ക്രൂ മെമ്പേഴ്സുമായിട്ട് നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പോൾ അവർ പറയുമ്പോൾ അവരുടെ ഭാഗം വളരെ കൃത്യമാണ്. കാരണം ഈ ജോലിഭാരം കാരണം രാത്രിയും പകലും ഉറങ്ങാനുള്ള അവസരം കിട്ടാതെ തുടർച്ചയായിട്ട് അവരെ കൊണ്ട് സർവീസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അക്കമഡേഷൻ 2 പേരും അല്ലെങ്കിൽ 2-3 പേരും ഒന്നിച്ചുള്ള അക്കമഡേഷനിലാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവർക്ക് വല്ലാതെ ബാധിക്കും. ശരിയാണ്, തീർച്ചയായിട്ടും ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് അവസരങ്ങൾ കൊടുക്കേണ്ടതാണ്. അങ്ങനെയുള്ള പ്രിവിലേജസ് എല്ലാം ഉള്ളതാണ്, അത് കണ്ടിന്യൂ ചെയ്യിപ്പിക്കേണ്ടതുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമാണെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോഴേക്ക് അവർ പറയുന്നത്. തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദന ഇങ്ങനെയും. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി നടുക്ക് പ്രവാസികൾ കിടന്ന് നട്ടം തിരിഞ്ഞു അല്ലെങ്കിൽ പെട്ടുപോയി എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. സജിയുടെ ഒരു പഠനത്തിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഏതെങ്കിലും എയർലൈൻസിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഇതിന് നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നും അല്ലെങ്കിൽ പരിമിതമായ അനുഭവങ്ങളിൽ നിന്നും പലരുമായിട്ട് സംസാരിച്ചും അല്ലെങ്കിൽ നമ്മൾ റിസോഴ്സസ് അന്വേഷിച്ചപ്പോഴും ഒരു സ്ഥലത്തും പലപ്പോഴും ഫ്ലൈറ്റുകൾ ക്യാൻസലാക്കുക അല്ലെങ്കിൽ ട്രിപ്പുകൾ മുടങ്ങുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് ക്യാൻസലാവുകയും അത് ഡിലേ വരികയും ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും വളരെ കൃത്യമായിട്ടുള്ള ഇൻറ്റിമേഷൻ പാസഞ്ചേഴ്സിന് അവർ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മാന്യമായ രീതിയിൽ അവർ പാസഞ്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ വിപരീതവശാൽ നമ്മുടെ ഈ എയർലൈൻസിന് മാത്രം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഈ എയർലൈൻസ് മാത്രം, അതേസമയം നമ്മുടെ മറ്റ് എയർലൈൻസ് നമ്മുടെ രാജ്യത്തുള്ളവരുണ്ട്, പ്രൈവറ്റ് ഏജൻസീസ് നടത്തുന്നവർ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഒരു പക്ഷേ പാസഞ്ചേഴ്സിനെ അറിയിക്കാതെയും അതുപോലെ പാസഞ്ചേഴ്സ് ബുദ്ധിമുട്ടിയതും? ഒരു 99% പാസഞ്ചേഴ്സിനെയും ഇൻറ്റിമേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷണത്തിൽ നിന്ന് പാസഞ്ചേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ. ഇന്നും എനിക്ക് എയർ ഇന്ത്യയുടെ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ റീഫണ്ട് പോലും കൂടി കിട്ടാതെ അതിന് കഷ്ടപ്പെടുന്ന 4-5 ഫാമിലീസ് എനിക്ക് ഇന്നും ഇന്നലെയുമായിട്ട് മെസ്സേജ് അയച്ചവരുണ്ട്. ഞങ്ങൾ ഇനി ഒരിക്കലും എയർ ഇന്ത്യക്ക് യാത്ര ചെയ്യില്ല എന്ന് പറയുന്നവർ. കാരണം നമുക്കറിയാം, കുട്ടികളും കുടുംബവുമായിട്ട് യാത്ര ചെയ്യുന്നവർ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഫ്ലൈറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്ക് നമ്മൾ എത്രമാത്രം പ്രിപ്പറേഷൻസ്, എത്രമാത്രം പ്രതീക്ഷകളോട് കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. അങ്ങനെ വരുന്ന നമ്മൾ എയർപോർട്ടിൽ വന്നു കഴിയുമ്പോഴേക്ക് കുട്ടികളോട് നമ്മൾ പറയേണ്ട മറുപടിയുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം പോലും കൂടി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരിക. അങ്ങനെയുള്ള ദുരന്തങ്ങളുടെ ഒരു നിര തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അത് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വാർത്തയല്ല. ഫ്ലൈറ്റ് എയർ ഇന്ത്യ ക്യാൻസൽ ആയെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വാർത്തയല്ലാതായി. കാരണം ആളുകൾക്ക് ഇപ്പോൾ ഒരു അതിശയമില്ല. എയർ ഇന്ത്യക്കാണോ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒരു വേറൊരു കണ്ണുകൾ കൊണ്ടാണ് ഇപ്പോൾ ആളുകൾ നോക്കുന്നത്. കാരണം അതിശയമാണ്, ഭയങ്കര അസാധ്യ ധൈര്യമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ വേറെ മാർഗ്ഗമില്ല. ആളുകളെ നമുക്കൊരു പരിധി വിട്ട് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിനെക്കുറിച്ച് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് എങ്ങനെ അവർക്ക് മറ്റൊരു നല്ല രീതിയിൽ ഇതെങ്ങനെ ഡീൽ ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു സർവീസ്? ഇതൊരു കൈൻഡ് ഓഫ് മിസ് മാനേജ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എയർലൈൻസിന് അറിയാം, ലോകത്ത് എവിടെയാണെങ്കിലും ഏത് തൊഴിലാളിയുടെയും, എൻ്റെയും ചേച്ചിയുടെയും ആരുടെയാണെങ്കിലും നിലനിൽക്കുന്ന ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും നമുക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ തൊഴിലാളികൾ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർ, ഇന്ത്യൻ സെറ്റപ്പിലുള്ളവർ, നമ്മൾ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലുള്ളവരാണ്. അപ്പോൾ സമരം ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമല്ല. അത് തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് മുൻകൂർ വാണിംഗ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് എല്ലാം കൊടുത്ത് അത് അനുസരിക്കുന്നവർ മാത്രം നിന്നാൽ മതി എന്നൊരു ഇത് കൊടുക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഇത്രയും ഒരു സർവീസ്. അതെ, അത് തന്നെ. ഇതൊരു
സർവീസ് സെക്ടറാണെന്നാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു സർവീസ് അല്ല, ഇതൊരു പീഡന ഒരു സെക്ടറായിട്ട് ഇതിപ്പോൾ ഇവർ മാറ്റിയിരിക്കുകയാണ്. കാരണം യാത്രക്കാർക്ക് ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ടിക്കറ്റ് എടുക്കും? നിങ്ങളുടെ ടിക്കറ്റ് ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ചെടുക്കും? ഞാനിപ്പോൾ ഇന്നെടുത്ത് ടിക്കറ്റ് എടുത്തുകൊണ്ട് നാളെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കാനുള്ള മര്യാദ പോലും ഇവർ കാണിക്കുന്നില്ല. എൻ്റെ കാശ് കൊണ്ടാണ് അവരും ജീവിക്കുന്നത്. ഈ തൊഴിലാളികളും ടാറ്റയും ജീവിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മളെടുക്കുന്ന ഈ ടിക്കറ്റിൻ്റെ പൈസ കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഒരു മാന്യമായ ഒരു സമീപനം അവർ നമ്മളോട് കാണിക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം നമുക്ക് പൊറുക്കാവുന്ന ഒരു കാര്യമല്ലെന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഇടയ്ക്കിടെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഹൈക്ക്, ഫെയറിലുള്ള ഹൈക്ക്, അതിനെക്കുറിച്ചും നമ്മുടെ ഈ പഠനത്തിൽ നമ്മൾ പല ആളുകളോട്ട് പാസഞ്ചേഴ്സുമായിട്ട് സംസാരിക്കുമ്പോഴേക്കും അവർ പറയുന്നത് ഇത് ഇപ്പോൾ നിലവിൽ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത, നമുക്കിപ്പോൾ യൂറോപ്പിലേക്ക് ഇപ്പോൾ ജർമ്മനിക്ക് ഇപ്പോൾ ഞങ്ങൾ പോയപ്പോഴേക്കും, ഞാൻ ഈ അടുത്ത കാലത്ത് പോയപ്പോഴേക്കും 7 മണിക്കൂർ യാത്രകൾ ജർമ്മനി പോയി വരാൻ വേണ്ടിയിട്ട് എനിക്ക് വന്ന ടിക്കറ്റിൻ്റെ റേറ്റിൻ്റെ ഒരു 10% കൂടുതലാണ് ഈ 3.5 മണിക്കൂർ യാത്രയുള്ള കൊച്ചിയിലേക്ക് എനിക്ക് ടിക്കറ്റ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഉത്തരവാദിത്തമുള്ളവരാരെങ്കിലും ചോദിക്കാൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഹൂ വിൽ ബെൽ ദ ക്യാറ്റ്? നമ്മൾ ആകുന്ന പ്രവാസിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാരാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ സംശയം. കാരണം നമ്മളെപ്പോഴും വോട്ടില്ലാത്തൊരു വിഭാഗമായിട്ട് അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളോ നമ്മുടെ പ്രയാസങ്ങളോ ആർക്കും പ്രത്യേകിച്ചൊരു വിഷയങ്ങളൊന്നുമല്ല. നമ്മൾ കുറച്ച് പേരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിങ്ങനെ കേൾക്കും, അല്ലെങ്കിൽ സൗകര്യമുള്ളതും കേൾക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യും. മറ്റുള്ള ആളുകളുടെ ഒരു ധാരണ, ഒരു പരിധി വരെ ഈ അധികാരികളുടെ ഒരു ധാരണ, അവരൊക്കെ അവർ പൈസയുള്ളതുകൊണ്ടല്ലേ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. നമുക്ക് കപ്പലിന് പോകാൻ ഒരു മാർഗ്ഗം അവർ തന്നിരുന്നെങ്കിൽ നമ്മൾ കപ്പലിന് പോയനെ. കപ്പലൊക്കെ നമുക്കൊരു സ്വപ്നമായിട്ട് പണ്ടേ നമുക്ക് എവിടെയോ വന്ന് നങ്കൂരമിട്ട് കിടക്കുന്നുണ്ട്. അത് പഴയ കഥയാണ്. ആ കഥയൊന്നും ഒരിക്കലും നടപ്പിലായിട്ടില്ല. ഇങ്ങനെ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും വാഗ്ദാനങ്ങൾ ധാരാളം തന്നിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ മാത്രമായി അതിപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും എത്ര കാലം നമ്മുടെ ജീവിതം ഇനിയും അതിനു വേണ്ടിയിട്ട് നമ്മളതിങ്ങനെ കാത്തിരിക്കും. നമ്മുടെ പ്രവാസി ഒരിക്കലും പ്രതീക്ഷ കൈവിടില്ല. പ്രതീക്ഷയോടുകൂടി തന്നെ ജീവിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് പ്രവാസികൾ. തീർച്ചയായിട്ടും ആ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ കാത്തിരിക്കും. ഇനിയും എന്താണ് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രപ്പോസൽ ഈ ഒരു അവസ്ഥയിൽ? ഇതിനിപ്പോൾ നമുക്ക് പ്രായോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാർ ഇത് ഇനി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുമോ എന്ന് എനിക്ക് സാധ്യതയുണ്ട്, ഇല്ലായെങ്കിലൊന്നുമില്ല. ഇനി ഇതല്ലെന്നുണ്ടെങ്കിൽ തന്നെ സ്വന്തമായി ഒരു എയർലൈൻസ് ഇല്ലാത്ത ഇത്രയും വലിയൊരു രാജ്യം എന്ന ഒരു ബഹുമതി ഇപ്പം നമുക്കുണ്ട്. ആ ബഹുമതി ഒന്ന് തിരുത്തിയെടുത്തിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഒരു പക്ഷേ പരിഹാരം അവർക്ക് നിർദ്ദേശിക്കാൻ പറ്റുമായിരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പും ഇത് സർക്കാരിൻ്റെ അധീനതയിലായിരിക്കുന്ന സമയത്തും ഇതിൻ്റെ പ്രവർത്തനം തദൈവ തന്നെയായിരുന്നു. കാര്യമായ ഒരു മാറ്റങ്ങളും അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ വരുന്ന അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാരിൽ ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയാണ്. നമ്മളെപ്പോലുള്ള പ്രവാസികളുടെ ഈ കരച്ചിൽ ഇവരേതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കും. അതിനൊരു പരിഹാരം അവരായിട്ട് തന്നെ കൊണ്ടുവരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് രാജ്യത്തിൻ്റെ ഒരു പ്രൗഢി നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട്. കാരണം ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു രാജ്യത്തിന് സ്വന്തമായ ഒരു എയർലൈൻസ് ഇല്ലാതെ ആവുക അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മുടെ അഭിമാനത്തിന് ഏറ്റവും ഒരു ക്ഷതം തന്നെയാണ്. അപ്പോൾ ആ ക്ഷതം പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മുടെ അധികാര വർഗം തന്നെയാണ്. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതൊരു പരിഹാരമായി മാറും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? പ്രവാസികൾ എത്ര കാലമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ. നമുക്കിങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാതെ എന്തെങ്കിലും ഒരു ഇഷ്യൂസൊക്കെ എമർജൻസീസൊക്കെ വരുമ്പം ഈ എയർ ഫെയർ വളരെയധികം കൊടുത്തിട്ട് വരുന്ന ഒരു ഫിനാൻഷ്യലി തന്നെ ഒരു ടർബുലൻസ് ആണ്. അതെ തീർച്ചയായിട്ടും. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാം. അതായത് നമ്മളിപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഇപ്പോൾ ടർബുലൻസസ് നമ്മൾ ധാരാളം അനുഭവിക്കുന്ന കൂടുതലാണ്. ഈ അടുത്ത കാലത്തുള്ള യാത്രകളിലെല്ലാം ടർബുലൻസസ് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ യാത്ര, നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ പൈസ കൊടുത്ത് മേടിച്ച് ആ ടിക്കറ്റും കൊണ്ട് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇല്ല, അല്ലെങ്കിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നില്ല, എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം പോലും കൂടി തരാനോ അതിനുള്ള സൗകര്യം ഒരുക്കി തരാനോ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ എയറിൻ്റെ തയ്യാറാവുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനിക്കുന്ന അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. നമ്മുടെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കരച്ചിലുകൾ നമ്മുടെ അധികാരത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നവർ കേൾക്കും എന്ന് തന്നെ പ്രതീക്ഷയോട് നമുക്ക് കാത്തിരിക്കാം.